നമ്മൾ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ വീഡിയോസ് ആയാലും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കാറില്ല. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ജപ്പാൻകാരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ഡെയിലി റുട്ടീൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ 2 3 കാറുകൾ കാണും, അല്ലെങ്കിൽ 2 വീലേഴ്സ് കാണും. നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരങ്ങനെയല്ല. അവർ ഡെയിലി റുട്ടീനിൽ അവർ നല്ല രീതിയിൽ നടത്തം നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ സൈക്ലിംഗ് മസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ വർക്കൗട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് കുറയ്ക്കാം, എന്നാൽ കുറച്ചിട്ട് ഒരു ആഴ്ചയിൽ 3 4 ദിവസം മതി. അത് കഴിഞ്ഞ് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ബോഡിക്ക് നാച്ചുറൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് വാരി വലിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അതിൽ. പക്ഷെ അവരങ്ങനെയല്ല, കൺട്രോൾഡാണ്. ഏകദേശം ഒരു 75-80% ഫുഡ് അവർ കഴിക്കത്തുള്ളൂ. കഴിക്കുന്നതും പതുക്കെ സമാധാനം. ഈ ടി വി കണ്ട് കഴിക്കുമ്പോഴും നമുക്ക് ഒത്തിരി ഹെവി ആയിട്ട് കഴിക്കുന്നതും. പക്ഷെ അങ്ങനെയല്ല, അത് മാറ്റിയിട്ടൊന്ന് ശീലിച്ച് നോക്കി കുറച്ച് ഫുഡ് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അതുപോലെ വെള്ളം, അവരുടെ കയ്യിൽ മിക്കവാറും എല്ലാവരും വെള്ളം ഒരു ബോട്ടിൽ, ഹൈഡ്രേഷൻ അവർക്ക് മസ്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ അവർ വെള്ളം കുടിക്കും. നമ്മൾ പക്ഷേ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന് വരെ നമ്മൾ പുറത്ത് പോയി കോള, പെപ്സി അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ കഴിക്കും. വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം, എന്താ പറയുക, മോര് വെള്ളം കുടിക്കാം, അതുപോലെ തന്നെ കരിക്കും വെള്ളം കുടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കാം. വീട്ടിൽ തേങ്ങ വെള്ളം മിക്കവാറും, തേങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ തേങ്ങ വെള്ളം എത്ര പേര് കുടിക്കാറില്ല. അങ്ങനത്തെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഡെയിലി റുട്ടീൻ അവർ സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഏതാണ് സീസണിൽ വരുന്നത് അതനുസരിച്ചുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവർ കഴിക്കും. ഡെയിലി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ ഗ്രീൻ ടീ മസ്റ്റായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ് അവർ. നമുക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളൊന്ന് ചായ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ ബോഡിയിലായാലും സ്കിന്നിലായാലും വരുന്ന ചേഞ്ച് നിങ്ങൾക്കറിയാം. വണ്ണം കുറയ്ക്കാനെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ അവർ കൂടുതൽ ഞാൻ ചൈനയിൽ പോയ ടൈമിൽ അവിടുത്തെ ആൾക്കാർ അവർ ചോറ് കഴിക്കുന്നത്, നമ്മുടെ വിചാരം നമ്മൾ ചോറ് കഴിച്ചാൽ വേണം, പക്ഷേ അവർ വൈറ്റ് റൈസ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ കണ്ടൻറ്റ് കുറച്ചിട്ട് അതിൽ കൂടുതൽ സലാഡ്സും വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസാണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. വെള്ളം മസ്റ്റായിട്ട് ഒരു ഗ്ലാസ്, ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്. പിന്നെ ലെമൺ എന്ന് പറയുന്നത് അവരുടെ റുട്ടീനിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. റുട്ടീനിൽ നമ്മൾ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര ഷുഗറൊന്നും അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറഞ്ഞു വരുന്നത് നമുക്കറിയാം. പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റുക. സൈക്കിളുണ്ടോ, സൈക്ലിംഗ് ചെയ്യുക. നടക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളൂ, നടക്കാൻ പറ്റുന്ന നടന്നു പോവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. ഒരുപാട് കാര്യം വൈറ്റമിൻ സി അടങ്ങിയ ഒരുപാട് ഫുഡും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ജങ്ക് ഫുഡ് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചോറ് കഴിക്കുക, വൈറ്റ് റൈസ് ഞാനും കഴിക്കാറുണ്ട്, കലോറി കുറച്ച് മതി. പിന്നെ ഹാബിച്വലായിട്ടുള്ള പാരമ്പര്യമായിട്ട് നമ്മുടെ വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനാലും ഇപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ നോക്കിയാൽ നമ്മുടെ സ്കിന്നും ബോഡിയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു.